അഞ്ചാം ക്ലാസ്സിലെ പുതിയ കൂട്ടുകാരെ, ലതാ സുജു വേൾഡിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. 4ാം സ്റ്റാൻഡേർഡിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം പുസ്തകങ്ങളും ഒക്കെ കിട്ടിക്കാണും. മലയാളം ഫസ്റ്റ്, സെക്കൻഡ് എല്ലാ പുസ്തകങ്ങളും കിട്ടിക്കാണും. നിങ്ങൾ ആ പാഠപുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്തു മറിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുടെ വിശദീകരണവും വിലയിരുത്തലുകളുമായിട്ടാണ് ലതാ സുജു വേൾഡ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലതാ സുജു വേൾഡിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം, അതായത് കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി ക്ലാസ്സുകളാണ് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ കൂട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കാം ക്ലാസ്സുകൾ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മെസ്സേജ് ചെയ്യാം. നമുക്ക് കണ്ടെത്താൻ അറിയാവുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ്. അപ്പം നമുക്കിനിയും പുതിയ ക്ലാസ്സുകളിലേക്ക് കടക്കാം. സ്കൂൾ ക്ലാസ്സുകൾ 2ാം തീയതി, സ്കൂളുകളെല്ലാം 2ാം തീയതി തുറക്കുകയാണ്. മറ്റ് പ്രകൃതിയുടെ മറ്റ് ഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൊട്ടടുത്ത നിമിഷത്തിലെ കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 2ാം തീയതി തന്നെ സ്കൂൾ തുറക്കും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ കളികളുടെ ലോകത്തു നിന്നും വീണ്ടും പഠനത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. സമയം കളയാതെ, ദിവസങ്ങൾ കളയാതെ അന്നുള്ള പാഠങ്ങൾ അന്നൊക്കെ തന്നെ നോക്കി പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നമുക്ക് മലയാളം കേരള പാഠാവലിയാണ് മലയാളം ഫസ്റ്റ് എന്ന്. ഇപ്പം 4ാം ക്ലാസ് വരെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല അറിഞ്ഞിരിക്കുന്നത്. ഇപ്പം 5ാം ക്ലാസ് മുതൽ നിങ്ങൾ അപ്പർ പ്രൈമറിയാണ്, UPS ആണ്, മറ്റേ ലോവർ പ്രൈമറി ആയിരുന്നു. ഇപ്പം നമ്മൾ മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, അതായത് കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, അങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ സയൻസ്, സോഷ്യൽ, SS, GS, പിന്നെ ഭാഷാ വിഷയങ്ങളുടെ മലയാളം പോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ നമുക്ക് ഇതുണ്ട്, വിവരസാങ്കേതികം, പിന്നെ കലാകായികം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കാൻ. ഇവിടെ കേരള പാഠാവലി, അതായത് മലയാളം ഫസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ 2 ഭാഗങ്ങളായിട്ടാണ്. അതായത് ആദ്യം ഒരു ഭാഗം കുറച്ച് പാഠഭാഗവുമായിട്ട്, പിന്നെ അത് മലയാളത്തിന് ഒരു ഭാഗം കൂടെ വരും പുസ്തകം, അതിപ്പോഴല്ല പിന്നെ. ഇപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ ഭാഗത്തിൽ കേരള പാഠാവലിയുടെ ആദ്യ ഭാഗത്തിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കേരള പാഠാവലിയിൽ മാത്രം. അതിൽ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നൊരു പാഠം, ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന് മറ്റൊരെണ്ണം, ഇനി 3ാമത്തേത് നടന്ന് നടന്ന് പിന്നെ പറന്ന്. വളരെ രസകരമായ പാഠങ്ങളാണ്. കഴിഞ്ഞ വർഷമാണ് 5ാം ക്ലാസ്സിലെ പുസ്തകം മാറി വന്നത്. ഇതിൽ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ള പാഠത്തിൽ മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി, മണ്ണും ചെടിയും കൃഷിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളാണ് ആ യൂണിറ്റിലുള്ളത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കളിയുടെ ലോകത്തു നിന്നും പാഠപുസ്തകങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പല കുട്ടികളും ട്യൂഷനും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ പാഠഭാഗങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, മനസ്സിലാക്കണം. ഓക്കെ കൂട്ടുകാരെ, ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ള ഈ യൂണിറ്റിൽ പിന്നെ നമുക്ക് ആദ്യം മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഒരു കവിതയാണ് P. മധുസൂദനൻ്റെ. വളരെ ഇമ്പമാർന്ന അർത്ഥവത്തായ ഒരു കവിതയാണ്. അതിന് ആദ്യം തന്നെ ഒരു ചെറിയ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് വർക്കുകൾ തുടങ്ങാവുന്നതാണ്. അതിൽ നല്ലൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിലൊരു പക്ഷിയും ഒരു കുട്ടിയും, ഒരു മഴയുടെ അന്തരീക്ഷം, അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മഴയാണ്. അപ്പോൾ ആ മഴയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം മഴയിൽ ഇപ്പം നമുക്ക് പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറിയ കാലത്താണെങ്കിൽ മഴ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സ്വപ്നമാണ്. ആ മഴയത്തിറങ്ങി കുളിക്കാം, കളിക്കാം, ശക്തിയായിട്ട് വെള്ളം പതിക്കുമ്പോൾ അതിൻ്റെ കീഴെ പോയി നിന്ന് ഷവർ ബാത്തൊക്കെ നടത്താം, പേപ്പറിൽ കളിവെള്ളം ഉണ്ടാക്കി ഒഴുക്കുക, എന്തൊക്കെ ചെയ്താലും നമ്മളെ അത് വലുതായിട്ട് ബാധിക്കില്ലായിരുന്നു. ഇപ്പോൾ അതല്ല, നമ്മൾ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം തലയിലേക്ക് വീണാൽ മതി, നമുക്കിപ്പോൾ തന്നെ പനിയായി, അസുഖങ്ങളായി. നമ്മുടെ കാലാവസ്ഥ തന്നെ
അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ എല്ലാം വളരെയധികം മോശമായ രീതിയിലാണ്. നമ്മളത് വളരെ തന്നെ ബാധിക്കുന്നു. നമ്മുടെ പ്രതിരോധ ശക്തിക്കൊക്കെ വളരെ ഹാനികരമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ മഴ വന്നാൽ വെളിയിലേക്ക് കളിക്കാൻ വേണ്ടിയില്ല. പണ്ട് അങ്ങനെയൊന്നും അല്ല. മഴയത്ത് കളിച്ചാലും വെയിലത്ത് കളിച്ചാലും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴതല്ലല്ലോ. അപ്പം നമ്മളിവിടെ ഈ പശ്ചാത്തലം എന്ന് ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. നമുക്കിപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നും അതിനെ നേരിട്ട് അനുഭവിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു കിളിയും ഒരു കുട്ടിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് ചിത്രം. ഈ ചിത്രത്തിൽ തന്നെ ആ മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പം ഇപ്പം ഞാനീ പറയുന്നത് വിശദമായ പാഠഭാഗമല്ല. നമുക്ക് ഇതിപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ ആദ്യത്തെ വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഈ കവിതയിൽ നാം അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മണ്ണ്, ആ വിവരണങ്ങളും വിശദീകരണങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും